നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് തന്നെ പോകുന്നു. അശാന്തമാണ് അവിടം. 5ാം ദിനവും പശ്ചിമേഷ്യ കലാപ കലുഷിതം തന്നെയാണ്. ഒമാനിൽ വീണ്ടും സ്ഫോടനമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മസ്കറ്റിൽ കപ്പലിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത്. ജീവനക്കാർക്ക് പരിക്കില്ല. UAE തീരത്തും കപ്പലിന് നേർക്ക് ആക്രമണമുണ്ടായി. ദുബായ് US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ ആക്രമണമുണ്ടായി. കുവൈറ്റിലെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ പെൺകുട്ടി മരിച്ചു. ഇറാനിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടക്കുമെന്നാണ് വിവരം. വാർഡസ്കിൽ നിന്ന് സായി കുമാറുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് സായി. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കലാപകലുഷിതമാണ് പശ്ചിമേഷ്യ എന്ന് തന്നെയാണ്. അല്പം സമാധാനമുള്ളത് ജനവാസ മേഖലയിൽ കാര്യമായ ആക്രമണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും UAEയുടെയും ഒപ്പം ബഹ്റിൻ്റെയും കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ ജനവാസ മേഖലകളിൽ ജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. വലിയ ആശങ്ക അവിടെയില്ല. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം US താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇപ്പോഴും ഇറാൻ. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം ഒമാനിൽ വീണ്ടും ഒരു സ്ഫോടനമുണ്ടായി എന്നുള്ളൊരു വിവരമാണ്. സാധാരണ ഒമാനെ ഇറാൻ ആക്രമിക്കാത്തതാണ്. ഇറാൻ തന്നെ പറഞ്ഞത് തങ്ങളല്ല ഒമാനിൽ ആക്രമണം നടത്തിയത് എന്നാണ്. IRGS. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു? രാത്രി 1 മണിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്? സായി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇതിപ്പോൾ 5ാം ദിവസമായിരിക്കുന്നു ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ ഒരു ആക്രമണം തുടങ്ങിയിട്ട്. പൂർണ്ണമായൊരു ശാന്തതയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പൊതുവെ വിലയിരുത്തലുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായൊരു വാർത്ത ഇപ്പോൾ അൽ ജസീറ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം കുവൈത്തിൽ നിന്നാണ്. അവിടെ ഒരു 11-കാരിയായ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ ആക്രമണത്തിനിടെ ഈ ആയുധങ്ങളുടെ ചീളുകൾ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ആ പെൺകുട്ടിയുടെ മരണവിവരം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 11-കാരിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവർ ചികിത്സയിലായിരുന്നു. ആദ്യ ദിനങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിലാണ് ആ പരിക്കേറ്റത് എന്നാണ് വിവരം. എന്തായാലും അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോഴും ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ദുബായിലെ കോൺസുലേറ്റ് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ അവരുടെ സേനാ താവളങ്ങൾ മാത്രമല്ല കോൺസുലേറ്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സൗദിയൊക്കെ അവരുടെ എംബസി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യവും അവിടെയുള്ള മുഴുവൻ ആളുകളെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുബായിലും കോൺസുലേറ്റ് നേരെ ആക്രമണമുണ്ടായി. ആർക്കും പരിക്കില്ല. പെട്ടെന്ന് തന്നെ ഇത് നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്നാണ് ദുബായ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുലർച്ചെ വന്ന ഒരു വിവരം, ഒമാനിൽ കിഴക്കുമാറി കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണ ശ്രമമുണ്ടായി. ജീവനക്കാർക്ക് ആർക്കും പരിക്കില്ല. അതും നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. UAEയിലും അതുപോലെ കപ്പലിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ തന്നെ അങ്ങിങ്ങായി ഈ ആക്രമണ ശ്രമങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വിപുലമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വഴി അതെല്ലാം തടയാൻ കഴിയുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ സൗദി ക്യാബിനറ്റ് ഇന്നലെ അടിയന്തര യോഗം ചേർന്ന് തങ്ങൾക്ക് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന മുന്നറിയിപ്പ് ഇറാന് വീണ്ടും നൽകിയിട്ടുണ്ട്. കാരണം സൗദിയിലാണ് ഇന്നലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്ക അവിടുന്ന് മുഴുവൻ ആളുകളെയും പിൻവലിക്കുന്നത് സൗദിയെ സംബന്ധിച്ച് ഒരു നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ഇറാന് ശക്തമായിട്ടുള്ള ഒരു താക്കീത് അവർ നൽകുകയും ചെയ്തത്. മറിച്ച് അമേരിക്കയാകട്ടെ വീണ്ടും ആക്രമിക്കും, ഇറാന്റെ ശക്തി പൂർണ്ണമായും ഇപ്പോൾ തന്നെ ക്ഷയിച്ചു എന്നൊക്കെയുള്ള വെല്ലുവിളികളും ഭീഷണികളും നടത്തുകയും ചെയ്യുന്നു. ഏകദേശം 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ലധികം ഡ്രോണുകളും ഇതുവരെ അവർ തൊടുത്തെന്നും അതൊക്കെ തങ്ങൾ നിഷ്പ്രഭമാക്കിയെന്നും അമേരിക്കൻ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് ഇറാനിലേക്ക് അവരുടെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. തെഹ്റാൻ ലക്ഷ്യമിട്ട് വലിയ ആക്രമണങ്ങൾക്ക് വീണ്ടും ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഈ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമൈനിയുടെ ശവസംസ്കാര ചടങ്ങ് അത് അടുത്ത് തന്നെ ഉണ്ടാകും. അതിന് തീയതി തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മഷാദിലായിരിക്കും നടക്കുക എന്ന് പറയുന്നു. അവിടുത്തെ ഒരു പുണ്യനഗരം കൂടിയാണ്. എന്തായാലും അതിവൈകാരികമായിരിക്കും ആ ചടങ്ങുകൾ എന്നറിയുന്നു. അതിൻ്റെ തീയതി ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ മഷാദിൽ തന്നെ ആയിരിക്കും എന്ന ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുണ്ട്. അതവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഡോക്ടർ. എന്തായാലും UN വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ചർച്ചയുടെ ടേബിളിലേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു സാധ്യത ഇപ്പോഴും തെളിയുന്നുമില്ല. എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വ്യോമപാത പതിയെ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് കുറേയധികം വിമാനങ്ങൾ അയച്ച് അവിടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. നരേന്ദ്രമോദി വീണ്ടും ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഒരു വശത്ത് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആക്രമണം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം.